ഇന്ന് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ കുട്ടികളുടെ അരങ്ങേറ്റത്തിന് മുമ്പുള്ള ഒരു പ്രമോ ഷൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോസാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു എല്ലാവരുടെയും അരങ്ങേറ്റം. നമുക്ക് 30 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അരങ്ങേറ്റത്തിന് മുമ്പ് അവർ പറഞ്ഞു എൻ്റെ അടുത്ത് പ്രമോ ഷൂട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രമോ ഷൂട്ട് എടുക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെന്ന് പറയുന്നത് 35 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് കേട്ടോ. 35 വയസ്സ് മുകളിലെന്ന് പറയുന്നത് ശരിക്കും അമ്മമാർ. 35 വയസ്സ് തുടങ്ങി എനിക്ക് 65 വയസ്സുള്ള ആളുകൾ വരെ എൻ്റെ സ്റ്റുഡൻസാണ് കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് ചെറിയ കുട്ടികളുണ്ട്. 3.5 വയസ്സ് തുടങ്ങിയൊക്കെ ഡാൻസ് ക്ലാസ്സിൽ ചെറിയ കുട്ടികളുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് 35 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കേട്ടോ. അതേപോലെ തന്നെ സീനിയർ ബാച്ചും അതൊക്കെ ഉണ്ട്. ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇന്ന് ഞാൻ കണ്ട ഹസ്ബൻഡിനെയൊക്കെ വിളിച്ച് ഒരുങ്ങി വന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. കുട്ടികളൊക്കെ എല്ലാവരും ഇരുന്ന് ചിലങ്കൊക്കെ കെട്ടാട്ടോ. അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ആദ്യമായിട്ട് ചിലങ്ക കാണണു. ഇങ്ങനൊരു കോസ്റ്റ്യൂം ഇട്ട് ഒരു പ്രമോ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് കേട്ടോ അവർ ഇരിക്കുന്നത്. കാരണം ചെറുപ്പകാലത്ത് ചെയ്യാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ അവരിപ്പോഴാണ് നേടിയെടുക്കുന്നത്. അതേപോലെ വലിയ ആളുകളുടെ 35 വയസ്സിന് മുകളിലുള്ള ആളുകളുടെയൊക്കെ അമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവരെ ചെറിയ പ്രായത്തിൽ അവർക്ക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുറവായതുകൊണ്ടായിരിക്കാം കുട്ടികളെ ഡാൻസ് ഒന്നും പഠിപ്പിക്കാണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് കാണാൻ പറ്റാത്തത് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിഞ്ഞിട്ട് അവരുടെ അമ്മ കാണുമ്പോൾ ഇതേപോലെ ഡാൻസ് വേഷത്തിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാവരുടെയും ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഞാൻ അവരുടെ ഒപ്പമൊക്കെ പോയിരുന്ന് വർത്താനം പറയണ്ടായിരുന്നു കേട്ടോ. എന്നാലും എല്ലാവർക്കും നല്ല ടെൻഷൻ. ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്യുന്നു, ആദ്യമായിട്ട് ചിലങ്കയിടുന്നു. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ക്യാമറയൊക്കെ വന്ന് ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അവർ ചെയ്തത്. അതേപോലെ തന്നെ ഇവർക്ക് ഞാൻ പ്രോഗ്രാമിന് വേണ്ടി ഒരു 3 ഐറ്റം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ഐറ്റത്തിലെ ഒരു ഐറ്റമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഷൂട്ടായിട്ട് എടുക്കുന്നത്. ഒരൈറ്റത്തിൻ്റെ പാതി കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയാവുന്ന ഐറ്റം ആയതുകൊണ്ട് കുട്ടികൾക്കൊന്നും വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നല്ല രീതിക്ക് തന്നെ അവർ ചെയ്യാൻ നോക്കിയിരുന്നു കേട്ടോ. അവർ നല്ല രീതിക്കാണ് ചെയ്തത്. അതേപോലെ തന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ ടേക്കൊക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ചെറിയ മടികൾ ഉണ്ടായിരുന്നു. എന്നാലും നല്ല ഒരുങ്ങി നല്ല നെക്ലേസും കമ്മലൊക്കെ ഇട്ട് യൂണിഫോമൊക്കെ ഇട്ട് വന്നതിൽ പിന്നെ ഷൂട്ട് ചെയ്യുന്നതിലൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ്. ഇതാണ് നമ്മുടെ ക്യാമറമാൻ. ഇത് ക്യാമറമാൻ്റെ അസിസ്റ്റൻ്റാണ് കേട്ടോ. നമ്മൾ കൊടുത്ത ഒരു ക്യാമറമാൻ ഉണ്ട്. ആൾ മേൽനോട്ടമൊക്കെ നോക്കി നടക്കാണ്. അസിസ്റ്റൻ്റാണ് ശരിക്കും ക്യാമറ വർക്ക് ചെയ്തത് തന്നെ. ആ അങ്കിള് അത് എടുക്കണേം കൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നല്ല കോപ്പറേറ്റീവായിട്ടായിരുന്നു കേട്ടോ ക്യാമറമാനും നമ്മളോട് സഹകരിച്ചിരുന്നത്. കാരണം ചെറിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ ചീത്ത പറയുമോ അതോ ക്യാമറയ്ക്ക് വന്നേക്കണം അങ്കിള് ചീത്ത പറയുമോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ടെൻഷനൊക്കെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് 5-6 ടേക്കൊക്കെ എടുത്തെങ്കിലും അവർക്ക് അങ്ങനെ വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പഠിച്ചു വച്ചേക്കണ ഐറ്റം അവർ നല്ല വൃത്തിയോടെ എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണം എന്ന് ഒരൊറ്റ ഇതിലാണ് കേട്ടോ കുട്ടികൾ ചെയ്തത്. ഇവർക്ക് എല്ലാവർക്കും 8 വയസ്സ് 10 വയസ്സ് അത്ര വയസ്സൊക്കെ ഉള്ളൂ കേട്ടോ. 7 വയസ്സ് 6 വയസ്സൊക്കെ ആയവരുണ്ട്. എന്നാലും എല്ലാ കുഞ്ഞുമക്കളും ഒരേപോലെ സഹകരിച്ചു കേട്ടോ ക്യാമറമാരുടെ ഒപ്പം. അവർ കുറേ ടേക്കുകൾ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര സന്തോഷത്തോടെ അഭിനയിച്ച് ഒക്കെയാണ് അവർ ചെയ്തത് കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ക്യാമറാമാൻ ഓരോരോ പോർഷനുകളും പകർത്തുന്നുണ്ടായിരുന്നു. ഓരോ ആംഗിളിൽ നിന്നാണ് കേട്ടോ പകർത്തിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇവർ എൻ്റെ മദർ ബാച്ചാണ്. മദർ ബാച്ച് എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് പേരുടെ അരങ്ങേറ്റം 1 വർഷം മുമ്പ് കഴിഞ്ഞതായിരുന്നു. എന്നാലും അവർ ഷൂട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒപ്പം ഷൂട്ടിങ്ങിനായിട്ട് വന്നതാണ് കേട്ടോ. ഇതിൽ 3 പേരുടെ ഓൾറെഡി അരങ്ങേറ്റം കഴിഞ്ഞതാണ്. അപ്പോൾ അവർക്കും ഷൂട്ട് വേണം. അവർക്കും നമ്മൾ 1 വർഷം മുമ്പ് ആദ്യം നമ്മൾ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും അവർക്ക് ഷൂട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളിതേ ഇപ്പോൾ ഷൂട്ട് അവരെയും കൂടി കൂട്ടിയിട്ട് ഷൂട്ട് എടുക്കായിരുന്നു കേട്ടോ. ഇതിൽ ബാക്കിയുള്ള 3 പേരെന്ന് പറയുന്നത് അരങ്ങേറ്റം ചെയ്യാൻ ഉള്ളവരാണ്. ബാക്കി 3 പേര് അരങ്ങേറ്റം കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ അരങ്ങേറ്റം നമ്മൾ അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ചൊക്കെ സ്റ്റെപ്പുകൾ എടുത്തിട്ട് ബാക്കിയൊക്കെ ഐറ്റത്തിൽ തന്നെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് അവർക്ക് സ്റ്റെപ്പുകളിൽ ഒരു തപ്പലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടമ്മമാരായതുകൊണ്ട് അവർക്ക് നമ്മൾ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. കാരണം കുട്ടികളുടെയൊക്കെ കാര്യം നോക്കിയിട്ട് വേണം അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതിനൊരു കൺസിഡറേഷൻ കൊടുത്തിട്ട് അവരെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഞാൻ അനുവദിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തപ്പലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കളിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓക്കെ ആയിട്ടോ.
പിന്നെ അതുപോലെ തന്നെ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ ചെറുപ്പകാലത്ത് നടക്കാതെ ഇരുന്ന ഒരു സ്വപ്നം ഇപ്പോൾ പൂവണിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിലാണ് അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് നന്നായിട്ട് അവർ, കാരണം അവർക്ക് നല്ല ടെൻഷനും അതേപോലെ തന്നെ കൈ കാലുകളൊക്കെ വഴങ്ങാത്ത കുറേ ആൾക്കാരുണ്ട്. എന്നാലും എൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ അവർ പ്രോഗ്രാം ചെയ്യുന്നത് തന്നെ. അവരെന്നിൽ നന്നായിട്ട് വിശ്വസിച്ചിട്ടാണ് അവർ പ്രമോ ഷൂട്ട് നമുക്ക് എടുക്കാം ടീച്ചറെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ അതിനോട് ആപ്റ്റായി വരണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പ്രമോ ഷൂട്ട് എടുക്കേണ്ടായത് കേട്ടോ. അവരുടെ ഹസ്ബൻഡും ആയാലും നല്ല സപ്പോർട്ടീവാണ്. കാരണം ചിലവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വിടുമൊന്നുമില്ല. പക്ഷേ അവർക്ക് ചെറുപ്പകാലത്ത് നടക്കാതെ പോയ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഹസ്ബൻഡ് ആയിട്ട് ഇതേക്കണ്ട അവർക്ക് സഹകരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ചെറുപ്പത്തിൽ അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ ഇതേ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളായി കഴിഞ്ഞപ്പോൾ അവർക്ക് സാധിക്കണു എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടുകാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇതേപോലെ ഒരു പ്രമോ ഷൂട്ട് എടുക്കാനായാലും എല്ലാം കഴിയുന്നത് തന്നെ അങ്ങനെയാണ് കേട്ടോ. കുറച്ച് പേർക്ക് മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2-3 പ്രാവശ്യമൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ശരിയായി. അതേപോലെ തന്നെ എല്ലാവർക്കും ഏജിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കാലുവേദന മുട്ടുവേദന എല്ലാം ഉണ്ട്. എന്നാലും അവർ അതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു ഡാൻസർ എന്നുള്ള ഒരിതിലേക്ക് വന്നത്. അവർ നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ് ചെയ്തത്. അതേപോലെ തന്നെ അമ്മമാരായതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് വന്ന നമ്മുടെ ആ ചേട്ടന്മാർക്കൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ സഹകരിച്ചു കേട്ടോ. കാരണം അവർ നല്ല ഏജ്ഡായ ആൾക്കാരല്ലേ, നമുക്ക് 60 വയസ്സ് മുതലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാമറമാനായാലും നന്നായിട്ട് സഹകരിച്ചിട്ടാണ് നമ്മളോട് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എനിക്കാണെങ്കിൽ 2 സ്ഥലത്ത് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഒരെണ്ണം മാണിക്കാലത്താണ് വരണത്, അതേപോലെ തന്നെ ഒരെണ്ണം വരണത് നായത്തോടാണ് വരണത്. അപ്പോൾ നമ്മൾ അരങ്ങേറ്റ സമയമാകുമ്പോൾ ഈ 2 ബ്രാഞ്ചിലെയും കുട്ടികളെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്. അത് ട്രാവലിങ്ങിൻ്റെ കുറച്ച് ഡിസ്റ്റൻസൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഡാൻസ് എന്നുള്ളൊരു എയിം ആയതുകൊണ്ട് അവർ നമ്മളോട് സഹകരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് വന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ബ്രാഞ്ചിലെയും ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രമോ ഷൂട്ട് എടുത്തത് തന്നെ. കാലടിയിൽ ശൃംഗേരി മഠത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പ്രമോ ഷൂട്ട് എടുത്തത്. ആ സമയമായപ്പോഴേക്കും അവർ ഒരുങ്ങി വരികയും ഒക്കെ ചെയ്തു. ഇത് കഴിഞ്ഞ് നമ്മൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഓർക്കസ്ട്ര പ്രാക്ടീസ് വരുന്നുണ്ട്. ഓർക്കസ്ട്ര പ്രാക്ടീസ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെയാണ് കേട്ടോ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രോഗ്രാം വരുന്നത്. അങ്ങനെ ഇവർ ടയേർഡ് ആവാട്ടൊന്നുമില്ല, ടെൻഷനും കാര്യങ്ങളും മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ സ്റ്റേജിലേക്ക് കയറണേൻ്റെ. കാരണം ചെറുപ്പകാലത്ത് എപ്പോഴെങ്കിലും സ്റ്റേജിലേക്ക് കയറിയതാണ് ഇവർ. അപ്പോൾ ആ കയറിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ എൻ്റെ സീനിയേഴ്സ് കുട്ടികളാണ്. സീനിയേഴ്സ് കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മത്സരിക്കുന്ന കുട്ടികളാണ്. കലോത്സവങ്ങളിലെല്ലാവരും ഇവരിലെല്ലാവരും കലോത്സവത്തിൽ മത്സരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവരുടെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞേക്കുന്നതാണ്. എന്നാലും പ്രമോ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരും പറഞ്ഞു ടീച്ചറെ ഞങ്ങളും വരാം, ഒരു ഷൂട്ടല്ലേ അപ്പം ഞങ്ങളും വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഈ സീനിയർ കുട്ടികൾ. ഇവർ കുറേ പേര് തെറ്റിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും ഞാനും അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെച്ചു. എന്നാലും നമ്മൾ കുറേ ടേക്കൊക്കെ എടുത്തുട്ടോ അവർക്കും വേണ്ടി. ഇവർ കലോത്സവത്തിന് മത്സരിക്കണ പോലെയല്ല. ഷൂട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കുറുമ്പത്താരൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. +1 +2 അതേപോലെ തന്നെ 10 ഡിഗ്രി അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ ആകെ കുറച്ച് പിള്ളേരും കൂടി ഉണ്ട്. അവരിൽ ആകെ വന്നത് നമുക്ക് 5 പേരുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് 10-70 കുട്ടികളുണ്ടെങ്കിലും അരങ്ങേറ്റ സമയത്തിന് ഇതേപോലത്തെ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചില കുട്ടികളൊക്കെ വരുള്ളൂ. അതേപോലെ അരങ്ങേറ്റത്തിൻ്റെ എല്ലാ കുട്ടികളും ഉണ്ടാവും. അതേപോലെ അമ്മമാരിലായാലും ചിലവരൊക്കെയാണ് ഷൂട്ടിങ്ങിന് വരുള്ളൂ. പഠിക്കണേ ഉണ്ടാവും, പക്ഷേ പഠിക്കുന്ന ആൾക്കാരെല്ലാവരെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കാം. അങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് ഡാൻസ് ക്ലാസ്സിലെ ഇങ്ങനത്തെ ഷൂട്ടുകൾക്കൊക്കെ ചില പാരൻസ് ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്തവരുണ്ട്, ഹസ്ബൻഡൊക്കെ ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്തവരുണ്ട്. അവരുടെ ആഗ്രഹം കൊണ്ട് പഠിക്കാൻ വന്നവരുണ്ട്. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ പഠനം മാത്രമേ ഉണ്ടാവുള്ളൂ. സ്റ്റേജിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അവരുടെ വീട്ടുകാർ അങ്ങനെ അനുവാദം ഒന്നും കൊടുക്കില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഇതിൽ വരാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതൊരു സങ്കടമായിട്ടായിരിക്കും. കാരണം നമ്മൾക്ക് ഒരു നല്ലൊരു സപ്പോർട്ടീവായ ഒരു ഫാമിലിയിലേക്ക് ചെന്നാലാണ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ അതൊന്നും നമ്മൾ പഠിച്ചത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാതെയായി പോവും.
പക്ഷേ ഇതിൽ ഇപ്പോൾ ഷൂട്ടിന് വന്നേക്കണതിൽ ഭൂരിഭാഗവും പേര് നന്നായിട്ട് സപ്പോർട്ടീവായ ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ അതേ ഷൂട്ട് വെച്ച് ഇങ്ങനെ സഹകരിച്ചത്. നമ്മൾക്ക് ഷൂട്ട് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയതാണ്. നമ്മളൊരു 4-4:30 ആയിക്കഴിയുമ്പോഴേക്കും ഷൂട്ട് കഴിഞ്ഞു. പക്ഷേ നല്ല തെളിഞ്ഞ മാനൊക്കെ ആയിരുന്നു ആ സമയം. ഷൂട്ടൊരു ഹാഫ് പോർഷനൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായിട്ടോ. മഴയായതുകൊണ്ട് നമുക്ക് കുറേ ഷൂട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും കുറച്ചൊക്കെ എടുത്തു. പിന്നെ മഴ മാറിയപ്പോഴേക്കും സമയം വൈകി. അപ്പോൾ അങ്ങനെ കുറേ പേര് അങ്ങനെ പോവേണ്ടി വന്നു. പെട്ടെന്ന് കുറച്ച് പേര് പോയെങ്കിലും എന്നാലും നമ്മൾ ഒരു കുറച്ച് ടൈം കൂടി സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞ് കുറേ പേരൊക്കെ പിടിച്ച് നിർത്തിയിട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഷൂട്ടൊക്കെ എടുത്തത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യണേം കൊണ്ടേ കാണുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആകെ നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്നത് കുട്ടികളുടെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അമ്മമാരുടെ ഒരു ബാച്ച്, അരങ്ങേറ്റം കഴിഞ്ഞ അമ്മമാരുടെ ഒരു ബാച്ച്, അരങ്ങേറ്റം ചെയ്യാനുള്ള ഒരു അമ്മമാരുടെ ബാച്ച്, അതേപോലെ തന്നെ സീനിയേഴ്സ് കുട്ടികളുടെ ഒരു ബാച്ച്. അങ്ങനെ നമുക്ക് മൊത്തം ടോട്ടലായിട്ട് 5 ബാച്ചുകളുണ്ടായ. ഈ 5 ബാച്ചുകളിലെ എല്ലാ കുട്ടികളും 2 ഐറ്റം വെച്ചാണ് ഗുരുവായൂർ ചെയ്തത്. കാരണം നമുക്ക് ആദ്യം മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഒക്കെ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. പക്ഷേ ഈ വർഷം തുടങ്ങി കറക്റ്റ് 1 മണിക്കൂർ മാത്രമേ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കിട്ടിയുള്ളൂ. നമുക്കത് അറിയില്ലായിരുന്നു. നമ്മൾ ഗുരുവായൂരിൽ ബുക്ക് ചെയ്യണേക്കാൾ 2 മാസം മുമ്പാണല്ലോ നമ്മൾ പ്രോഗ്രാമിന് 2 മാസം മുമ്പാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ ചിങ്ങമാസത്തിലാണ് എപ്പോഴും നമ്മൾ ഐറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം കർക്കിടക മാസത്തിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറില്ല. ചിങ്ങം 1-ാം തീയതി നമ്മൾ ഐറ്റം സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ അരങ്ങേറ്റം നടത്തും. അപ്പോൾ ഈ ഐറ്റം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് 1.5 മണിക്കൂറാണ് സ്റ്റേജ് എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ പോയപ്പോഴാണ് അറിഞ്ഞത് 1 മണിക്കൂറാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ഐറ്റം വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു. അങ്ങനെ 2 മണിക്കൂറത്തേക്ക് ഐറ്റം ആക്കിട്ടോ. ഇതെൻ്റെ നായത്തോട് ഡാൻസ് ക്ലാസ്സാണ്. നായത്തോട് ഡാൻസ് ക്ലാസ്സിലെ അമ്മമാരാണ് കേട്ടോ ഇത്. ഇവർ ജോലിക്കാരാണ്, നേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ജോലി KSCBയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അമ്പലത്തിൽ കണക്കൊക്കെ എഴുതണം, അങ്ങനെ ജോലിക്കാരാണ് അവർ. അപ്പോൾ നമ്മൾ ഷൂട്ട് വച്ചത് തന്നെ ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. കാരണം ഞായറാഴ്ച വച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സൗകര്യം അനുസരിച്ച് വരാം. അതേപോലെ തന്നെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് വച്ചത്. കാരണം ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പോൾ എല്ലാ അമ്മമാരുടെയും വീടുകളിൽ ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കണതും അതേപോലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഷൂട്ട് വെച്ചേട്ടോ. ഇത് നായത്തോട് ബ്രാഞ്ചിലെ ആൾക്കാരാണ് കേട്ടോ. ഇവർ നന്നായിട്ട് സഹകരിച്ചു. പിന്നെയെന്ന് വെച്ചാൽ അവർക്കും ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറാൻ ഷൂട്ട് എടുക്കണേൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് കാലടി കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ. ആ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് എടുത്തത്. അതേപോലെ തന്നെ നമ്മൾ സൈഡിൽ നിന്ന് കൊട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് താളം ഉണ്ടെങ്കിലാണല്ലോ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു. അങ്ങനെ കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ നമ്മൾ ഷൂട്ട് എടുത്തത്. പക്ഷേ ഈ ഷൂട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുത്തെങ്കിലും സ്റ്റേജിൽ അവർ പ്രോഗ്രാം ചെയ്തപ്പോൾ നന്നായിട്ട് പ്രോഗ്രാം ചെയ്തു കേട്ടോ. ഞാനിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വൈകി, അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർ സ്റ്റേജിൽ നന്നായിട്ട് കളിച്ചു. ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് കാണുന്നതും ആൾക്കാരുടെ മുന്നിൽ കളിക്കണതിൻ്റെ ഒക്കെ നല്ല ടെൻഷനുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ സ്റ്റെപ്പുകളൊക്കെ തെറ്റിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുറേ ടേക്കൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും ശരിയായി. പിന്നെ ഇവർക്ക് ഇങ്ങനെ നടന്നു വരണ ഒരു പോഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ക്യാമറാമാനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ നടന്നു പോരെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എല്ലാവരെയും വെച്ചുകൊണ്ട് നമ്മുടെ ടോട്ടൽ എല്ലാ കുട്ടികളെയും നമ്മൾ ഇപ്പോൾ ഓരോരോ പോർഷൻ തിരിച്ചിട്ടാണ്, ഓരോരോ ബാച്ച് പോലെ തിരിച്ചിട്ടായിരുന്നു കേട്ടോ ഷൂട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് എല്ലാവരെയും കൂട്ടി ഒന്നുകൂടി എടുക്കണമെന്ന് ക്യാമറാമാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കുട്ടികളെയും അമ്മമാരെയും നമ്മളങ്ങനെ കുട്ടികളുടെ ഇടയ്ക്കൂടെ അമ്മമാരെ കളിപ്പിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഷൂട്ടിന് അങ്ങനെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കുഞ്ഞുമക്കളെയും അതേപോലെ തന്നെ അമ്മമാരെ നിർത്തിക്കൊണ്ട് ഷൂട്ട് എടുക്കുമായിരുന്നു. അപ്പോഴേക്കും കാറ്റൊക്കെ നന്നായിട്ട് ആഞ്ഞു വീശിയിട്ടോ. നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് കാറ്റ് വന്ന് അതേപോലെ തന്നെ അന്തരീക്ഷം ചേഞ്ച് ആയത്. നല്ല കാറ്റായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം എല്ലാവരും കാറും വണ്ടിയുള്ള ആൾക്കാരല്ല, നടന്നൊക്കെ വന്നേക്കണ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും മഴ പെയ്യുമ്പോൾ. എന്നാലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, വേഗം കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം പോവാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുട്ടികളും എല്ലാവരും കൂടി നമുക്ക് ഒറ്റ ഷൂട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത ഒരു പോർഷനാണ് കേട്ടോ ഇത്. എല്ലാവരും നന്നായിട്ട് കളിച്ചു.
അതേപോലെ തന്നെ എനിക്ക് ഇത്ര കുട്ടികളെ ഒരുമിച്ച് കാണുമ്പോൾ പഠിപ്പിച്ച എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഇത്ര മക്കളെ എനിക്ക് ഒരുമിച്ച് 24 കുട്ടികൾ ഉണ്ടായിരുന്നു ടോട്ടല്. അവരെ ഒരുമിച്ച് എനിക്ക് ഒരു സ്റ്റേജിൽ കൊണ്ടുവരാൻ കഴിഞ്ഞൂലോ, ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്. കാരണം ഞാനൊക്കെ കുറേ സ്റ്റേജ് കളിക്കാൻ വേണ്ടി ആഗ്രഹിച്ചതാണ് ജീവിതത്തിൽ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഭയങ്കര മോശമായതുകൊണ്ടും പിന്നെ പൈസയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമ്മൾ കുറേ ഇങ്ങനെ ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പരമാവധി കിട്ടുന്ന സ്റ്റേജുകളിലൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. ഇന്നുള്ള ആൾക്കാർക്കൊക്കെ എല്ലാം സ്റ്റേജുകളും പൈസയും ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർക്കതിൻ്റെ വാല്യൂ അറിയാതെ ആയിപ്പോയി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഡാൻസ് ഇപ്പോൾ ഈ കളിക്കുന്നതിൽ ചെറിയ കുട്ടികൾക്കൊന്നും വാല്യൂ അറിയില്ല. കാരണം വീട്ടിൽ നിന്ന് തള്ളി പറഞ്ഞു വിടണം. അവർക്ക് ഒരു എയിമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല ഈ പഠിക്കാൻ വരുന്നത്. ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണേൻ്റെ ഒരിത്. പക്ഷേ വലിയ അമ്മമാരങ്ങനെയല്ല. അവരുടെ ആഗ്രഹം നിറവേറ്റാൻ കഴിയാത്ത കുറേ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് കേട്ടോ അവർ ഈ വരണത്. അതുകൊണ്ട് രണ്ടുപേരും കളിക്കുന്നതിൽ ഭയങ്കര വ്യത്യാസം. പിള്ളേർ ആവശ്യമില്ലാതെ ഇങ്ങനെ എന്ത് കളിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ കളിക്കുന്നത്. പക്ഷേ അമ്മമാരങ്ങനെയല്ല, ഇത് ഞങ്ങൾക്ക് വേണം എന്നോർത്ത് കളിക്കുന്നവരാട്ടോ. എന്നാലും എല്ലാ കുട്ടികളും നമ്മൾ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കുന്നുണ്ടായിരുന്നു. എനിക്കും നല്ല കുറച്ച് ടെൻഷൻ ഉണ്ട്. കാരണം ഇത്ര പേരെ ഒരുമിച്ച് ഞാൻ കൊണ്ടുവന്ന് കളിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും അവർ കളിക്കണ കാണുമ്പോൾ, എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കണ കാണുമ്പോൾ ഒരു സന്തോഷം. കാരണം രണ്ടും രണ്ട് ബ്രാഞ്ചിലേ ആയതുകൊണ്ട് എത്ര കുട്ടികളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് വന്നപ്പോഴാണ് അയ്യോ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണോ എന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്നത്. അമ്മമാർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാട്ടോ ഇവിടം വരെ എത്തിയത്. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.